हाय बच्चों, नमस्कार। आप सभी लोगों का स्वागत है मेरे यूट्यूब चैनल ई फॉर एजुकेशन में। आज जो हम पढ़ने जा रहे हैं उस पाठ भाग का नाम है बबुआ और बूढ़ा। ये एक कविता है। इस कविता में एक बच्चा अपनी परेशानी अपने दादा से कहता है, तो दादा भी अपनी परेशानी उसके साथ व्यक्त करता है। तो इस कविता का जो उद्देश्य है वो यही है कि बड़े लोगों का हमें दोनों पर ध्यान देना चाहिए, बच्चे और जो बुजुर्ग लोग घर पे हैं उन पर ध्यान देना चाहिए। यही इस कविता का संदेश है। तो बिना वक्त गवाए अब चलते हैं पाठ भाग की ओर। ഹായ് കുട്ടികളെ, നമസ്കാരം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലായി ഈ ഫോർ എഡ്യൂക്കേഷനിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് ബബുവ ഓർ ബൂഡ. ഈ പാഠഭാഗത്തിലൊരു കുട്ടി ആ കുട്ടിയുടെ ദുഃഖങ്ങൾ പങ്കിടുകയാണ്. ആ കുട്ടിയുടെ മുത്തച്ഛനായിട്ട് പങ്കിടുകയാണ്. മുത്തച്ഛനും അപ്പോൾ മുത്തച്ഛൻ്റെ പ്രശ്നങ്ങൾ ആ കുട്ടിയായി പങ്കിടുകയാണ്. രണ്ടുപേരുടെയും പ്രശ്നം തുല്യമാണ്. അതുതന്നെയാണ് ഈ കവിതയിലെ സന്ദേശം. അപ്പോൾ ഈ കവിതയിൽ പറയുന്നത് നമ്മൾ മുതിർന്നവർക്ക് ഈ രണ്ട് കൂട്ടരുടെ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ കൊടുക്കണം എന്നാണ് ഈ കവിതയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. बबुआ बोला अक्सर मेरा चमच मुझसे गिर जाता है, मुझसे गिर जाता है। बूढ़ा बोला जाने भी दो मुझसे भी यह हो जाता है, मुझसे भी यह हो जाता है। बबुआ बोला अक्सर मेरा चमच मुझसे गिर जाता है। बूढ़ा बोला जाने भी दो मुझसे भी यह हो जाता है। बबुआ बोला कभी कभी तो कर देता हूँ निकर गीली, निकर गीली। हम भी कर देते हैं सो करनी पड़ती धोती ढीली, पड़ती धोती ढीली। बबुआ बोला कभी कभी तो कर देता हूँ निकर गीली। हम भी कर देते हैं सो करनी पड़ती धोती ढीली। बडारुवाटा बच्चा हूँ मैं, अब बबुआ ने बात उठाई, बात उठाई। बूढ़ा बोला मैं भी आती मुझको बहुत रुलाई, मुझको बहुत रुलाई। बडारुवाटा बच्चा हूँ मैं, अब बबुआ ने बात उठाई। बूढ़ा बोला मैं भी आती मुझको बहुत रुलाई। बबुआ बोला बहुत बुरा है बढ़ के हम पर ध्यान न देते, हम पर ध्यान न देते। बूढ़े ने बूढ़े हाथों से हाथ फिराया बबुआ पर, फिराया बबुआ पर। बबुआ बोला बहुत बुरा है बढ़ के हम पर ध्यान न देते। बूढ़े ने बूढ़े हाथों से हाथ फिराया बबुआ पर। समझ रहा हूँ बात तुम्हारी, मुझे पता है तुम जो कहते, पता है तुम जो कहते। समझ रहा हूँ बात तुम्हारी, मुझे पता है तुम जो कहते, पता है तुम जो कहते। समझ रहा हूँ बात तुम्हारी, मुझे पता है तुम जो कहते, पता है तुम जो कहते। तो बच्चों, आप लोगों ने कविता सुनी, अच्छा लगा? അപ്പോൾ കുട്ടികളെ, നിങ്ങൾ കവിത കേട്ടില്ലേ? നിങ്ങളെല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടോ? तो अब പാഠ ഭാഗ് की ओर चले. അപ്പോൾ ഇനി നമ്മൾക്ക് പാഠഭാഗം നോക്കാം. ബബുവ और ബൂഡ, കുട്ടിയും വയസ്സനും. ബബുവ बोला अक्सर मेरा चम्मच मुझसे गिर जाता है। बूढ़ा बोला जाने भी दो मुझसे भी यह हो जाता है। बबुआ बोला अक्सर मेरा चम्मच मुझसे गिर जाता है। बूढ़ा बोला जाने भी दो मुझसे भी यह हो जाता है. അപ്പോൾ എന്താണ് പറയുന്നത്? ബബുവ ബോല. ബബുവ എന്ന് പറഞ്ഞാൽ കുട്ടി, ബോല ബോല എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അക്സർ മേരെ, അക്സർ എന്ന് പറഞ്ഞാൽ എപ്പോഴും,
മിക്കവാറും നമ്മൾക്ക് പറയാം. മേരാ ചമ്മജ് മുജ്സെ ഗിർ ജാത്താ ഹെ. എൻ്റെ, മേര എന്ന് പറഞ്ഞാൽ എൻ്റെ, ചമ്മച്ച്, ചമ്മച്ച് എന്ന് പറഞ്ഞാൽ സ്പൂൺ, മുജ്സെ ഗിർ ജാത്താ ഹെ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോവാറുണ്ട്. ഗിർ ജാത്താ ഹെ, ഗിർ ജാത്താ ഹെ എന്ന് പറഞ്ഞാൽ വീണ് പോവാറുണ്ട്. ബൂഡാ ബോല ജാനേ ബീദോ, ബൂഡ അപ്പോൾ വയസ്സൻ പറഞ്ഞു. വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മുതിർന്ന മുത്തശ്ശന്മാരോ അപ്പൂപ്പന്മാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, അവരെയാണ് നമ്മൾ ബൂഡാന്ന് പറയുക. അപ്പോൾ ബൂഡാ ബോല വയസ്സൻ പറഞ്ഞു. ജാനേ ബീദോ വിട്ട് കളിയെ, ജാനേ ബീദോ, ജാനേ ബീദോ എന്ന് പറഞ്ഞാൽ വിട്ട് കളിയെ. മുജ്സേ ബിയെ ഹോ ജാത്ത, എനിക്കിത് സംഭവിക്കാറുണ്ട്. മുജ്സേ ബിയെ ഹോ ജാത്ത ഹെ. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. तो अब आगे की पाठ भाग के पंक्तियाँ देखते हैं. അപ്പം നമ്മൾക്ക് മുമ്പിലേക്കുള്ള പാഠഭാഗത്തിൻ്റെ വരികൾ നോക്കാം. ബബുവ ബോല കബി കബി तो कर देता हूँ निक्कर गीली, हम भी कर देते हैं सूसू, करनी पड़ती धोती ढीली. बबुआ बोला कभी कभी तो कर देता हूँ निक्कर गीली, हम भी कर देते हैं सूसू, करनी पड़ती धोती ढीली. എന്താണ് ഇനി പറയേണ്ട കുട്ടി? കബി കബീട്ടോ ചിലപ്പോഴൊക്കെ, കബി കബി, കബി കബി എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ, കർ ദേത്താഹുൻ നിക്കർ ഗീലി, ഞാൻ എൻ്റെ നിക്കർ മൂത്രമൊഴിച്ച് നനയ്ക്കാറുണ്ട്. ഗീലി അല്ല, അറിയാതെ മൂത്രം പോകുന്നു അറിയാണ്. നിക്കർ ഗീലി കർ ദേത്താഹുൻ അടിച്ച അല്ല മൂത്രം പോകും. അപ്പം എന്താണ് മുത്തച്ഛൻ പറയുന്നത്? ഹംബി കർ ദേത്തേ ഹേ സൂസു, ആ എനിക്കങ്ങനെ പറ്റാറുണ്ട്. ഹംബി കർ ദേത്തേ ഹേ സൂസു, സൂസു എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കുക. അങ്ങനെ നമ്മൾക്കും പെട്ടാറുണ്ട്, എനിക്കും ഇങ്ങനെ മൂത്രം പോകും. കർണീപ്പെടുത്തി ധോത്തി ധീലി, ധോത്തി എന്ന് പറഞ്ഞാൽ മുണ്ട്, ധോത്തി, ധോത്തി എന്ന് പറഞ്ഞാൽ മുണ്ട്, മുണ്ട് മാറ്റേണ്ട ഒരവസ്ഥ എനിക്കും വരാറുണ്ട് എന്ന് പറയാണ്. ധോത്തി ധീലി, ധീലി എന്ന് പറഞ്ഞാൽ മാറ്റുക. അപ്പോൾ ഇനി അടുത്തൊരു നോക്കുക. ബടാ റുവാണ്ട ബച്ചാ ഹൂ മേ अब बउआ ने बात उठाई, बूढ़ा बोला मैं भी आती मुझको बहुत रुलाई. എന്തുകൊണ്ട്? बड़ा रुआंटा बच्चा हूँ मैं, अब बउआ ने बात उठाई, बूढ़ा बोला मैं भी आती मुझको बहुत रुलाई. അപ്പം എന്താ നീ പറയുന്നത് കുട്ടി? കുട്ടി പറയാണ് വളരെയധികം കരയുന്നൊരു കുട്ടിയാണ് ഞാൻ. റുവാണ്ട ബച്ച, റുവാണ്ട എന്ന് പറഞ്ഞാൽ കരയുന്നൊരു കുട്ടിയാണ്. അബ് ബബുവാനെ ബാത്ത് ഉഠായി, കുട്ടി ആ വർത്തമാനം എടുത്തിടുകയാണ്. അങ്ങനെ പറയുകയാണ്. ഈ എല്ലാ പരാതിയ വയസ്സായ ആളോട് പറയുക, കുട്ടിയുടെ മുത്തശ്ശനോട് പറയുകയാണ്. ബൂഡാ ബോല, ബബു വയസ്സിനെന്ത് പറഞ്ഞു? മേബി ആറ്റി മുജുക്കോ ബഹുത്ത് റുലായി, എനിക്കും വളരെയധികം കരച്ചിൽ വരാറുണ്ട്. ബഹുത്ത് റുലായി, റുലായി എന്ന് പറഞ്ഞാൽ കരച്ചൽ. ബബുവാ ബോല ബഹുത്ത് ബുറാ ഹെ, बढ़के हम पर ध्यान न देते, बूढ़े ने बूढ़े हाथों से हाथ फिराया बबुआ पर, समझ रहा हूँ बात तुम्हारी, मुझे पता है तुम जो कहते. അപ്പം എന്താണ് പറയുന്നത്? ബബുവ ബോല बहुत बुरा है, बढ़के हम पर ध्यान न देते, बूढ़े ने बूढ़े हाथों से हाथ फिराया बबुआ पर, समझ रहा हूँ बात तुम्हारी, മുജേ പത്താ ഹെ തും ജോ കേട്ടെ. അപ്പം എന്താ പറയുന്നത്? ബബുവനി ബഹുത്ത് ബുറാ ഹെ, വളരെ മോശമാണ്. ബഹുത്ത്, ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം. ബുറാ ഹെ എന്ന് പറഞ്ഞാൽ മോശം. ബഡ്ക്കെ ഹം പർ ധ്യാൻ ന ദേത്തെ, ബഡ്ക്കെ വീട്ടിലെ മുതിർന്നവർ, ബഡ്ക്കെ ഹം പർ ധ്യാൻ ന ദേത്തെ, ബഡ്ക്കെ എന്ന് പറഞ്ഞാൽ മുതിർന്നവർ, വീട്ടിലെ മുതിർന്ന വ്യക്തികൾ നമ്മളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ധ്യാൻ ന ദേത്തെ, ബൂഢേ നെ ബൂഢേ ഹാത്തോൻ സെ ഹാത്ത് ഫിറായ ബബുവ പർ, അപ്പോൾ വയസ്സിനെന്താ? വയസ്സായ കൈയും കൊണ്ട് ഹാത്ത് ഫിറായ ബബുവ പർ, തലോടുകയാണ്. അവൻ്റെ തലയിൽ കൈ തലോടിയും കൊണ്ട് പറയുകയാണ്. ആ കുട്ടിയുടെ തലയിൽ കൈ തലോടിയും കൊണ്ട് പറയുകയാണ്. ബൂഢനെ ബൂഢേ ഹാത്തോൻസ്, വയസ്സായ കൈയും കൊണ്ട്. ഹാത്തോ എന്ന് പറഞ്ഞാൽ കൈയും കൊണ്ട്. ഹാത്ത് ഫിറായ, ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ, ഫിറായ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലോടുക. സമജ് റഹാഹു ബാത്ത് തുമാരി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സമജ് റഹാഹു, സമജ് റഹാ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ബാത്ത് തുമാരി, എൻ്റെ ഈ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളൊക്കെയും മുജേ പത്താഹേ തും ചോരെ, ഇതൊക്കെ എനിക്കും അനുഭവസ്ഥനാണ്, ഞാനും ഇതെല്ലാം അനുഭവിക്കണമെന്നാണ്. ഈ പറയുന്ന എല്ലാ കാര്യം
അപ്പോൾ ഈ പാഠത്തിലൂടെ നമ്മൾക്ക് ലേഖകൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ലേഖകൻ അല്ലെങ്കിൽ കവി നമ്മൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. എന്താണ്? നമ്മൾ മുതിർന്നവർക്ക്, കുട്ടികളായാലും അതേപോലെ വീട്ടിലെ വയസ്സരായവരുടെയും കാര്യത്തിലൊരു പ്രത്യേക ശ്രദ്ധ വേണം. അല്ലെങ്കിൽ അതൊക്കെ അവർക്ക് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇന്ന് പല രക്ഷിതാക്കൾക്കും അതാണ് നമ്മളുടെ ഇല്ലാതെ പോകുന്നു. അവരുടെ കുട്ടി എപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം അവർക്കില്ല, അല്ലേ? അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധ കുട്ടികളുടെ കാര്യത്തിലും അതേപോലെ തന്നെ വയസ്സായവരുടെയും കാര്യത്തിൽ വേണം. അവർക്ക് ഈ സമയത്ത് വേണ്ടത് എന്താണ്? സ്നേഹമാണ്, മാതാപിതാക്കളുടെ സ്നേഹമാണ്. അല്ലെങ്കിൽ മുതിർന്നവരാണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ മക്കളുടെ ആ കിട്ടുന്നതും ആ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പേരിലാണ് അവരൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് മാഷ് വിചാരിക്കുന്നു. ഇതിൻ്റെ അവസാനം ഒരു വീഡിയോയും കൂടി മാഷ് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് കവിതാ ഭാഗം നേരം പോലെ മനസ്സിലാക്കുക. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ അർത്ഥങ്ങളും തരുന്നുണ്ട്. അതെല്ലാം കണ്ട് വായിച്ചും എഴുതിയും പഠിക്കുക. അപ്പോൾ ഇനി വീണ്ടും കണ്ടുമുട്ടുന്നവരേക്ക് നന്ദി, നമസ്കാരം. बबुआ और बूढ़ा। बबुआ बोला, अक्सर मेरा चम्मच मुझसे गिर जाता है। बूढ़ा बोला, जाने भी दो, मुझसे भी ये हो जाता है। बबुआ बोला, कभी कभी तो कर देता हूँ निक्कर गीली। बूढ़ा बोला, हम भी कर देते हैं सुसु, करनी पड़ती धोती ढीली। बड़ा रोआता बच्चा हूँ मैं, अब बउआ ने बात उठाई। बूढ़ा बोला, मैं भी आती मुझको बहुत रुलाई। बबुआ बोला, बहुत बुरा है, बढ़ के हम पर ध्यान न देते। बूढ़े ने बूढ़े हाथों से हाथ फिराया बबुआ पर। बूढ़ा बोला, समझ रहा हूँ बात तुम्हारी, मुझे पता है तुम जो कहते।